നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. ഈ ഉപമ ഏറ്റവും കൂടുതൽ ചേരുന്നത് ആർക്കാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉത്തരം വന്നല്ലോ, അത് തന്നെ. എത്ര പറഞ്ഞാലും പ്രതിഷേധിച്ചാലും തങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ല. ഇതും ഒരു തരത്തിൽ രാഷ്ട്രീയം തന്നെയാണ്. വോട്ട് നൽകി ജയിപ്പിച്ച ജനങ്ങളോടെങ്കിലും ഒരിത്തിരി ഉത്തരവാദിത്വം കാണിച്ചൂടെ? എന്ത് തന്നെ കോലാഹലങ്ങൾ ഉണ്ടായാലും ഇനിയിപ്പോ ഞങ്ങൾക്ക് വഴിമാറി പോകേണ്ടി വന്നാലും വേണ്ടില്ല, റോഡ് നന്നാക്കാൻ തൽക്കാലം പ്ലാൻ ഇല്ല. ഏത് റോഡാണെന്നല്ലേ? കുഴിയും കല്ലും മാത്രമായി റോഡല്ലാത്ത തൃശൂർ കുറ്റിപ്പുറം ഓഫ് റോഡ്. പരാതിയും വാർത്തകളും ദിനം പ്രതിയുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ട ഭാവമില്ലാത്ത അധികാരികളുടെ കണ്ണു തുറക്കാൻ ഇനി എന്തു ചെയ്യണമെന്നാണ് യാത്രികരും പൊതുജനവും ചോദിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ സമരവും നടത്തി. ഗതാഗത യോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ റൂട്ടിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ സമരം നടത്തി പ്രതിഷേധിച്ചത്. വലിയ ഗർത്തങ്ങൾ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ബസ് തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത്. റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിനാൽ അനുവദിച്ച സമയക്രമത്തിൽ ഓടിയെത്താനാകാത്തതും കുഴികളിൽ വീണ് ദിവസവും സ്പെയർ പാർട്സുകൾ മാറുന്നതും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഈ നിലയിലായിട്ട് മാസങ്ങൾ പിന്നിട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രതിഷേധങ്ങൾ കനക്കുകയും മുഖ്യമന്ത്രി കുഴികളെ പേടിച്ച് വഴിമാറിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിൽ 28 ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്ത് കുഴികളിൽ കോറി വേസ്റ്റ് ഇട്ട് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച തുക പുട്ടടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മഴയിൽ മണ്ണൊഴുകിപ്പോയതോടെ വലിയ പാറക്കല്ലുകൾ മാത്രമാണ് കുഴികളിൽ അവശേഷിക്കുന്നത്. നിരവധിയായ പരാതികൾ ഉയർന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തൃശൂരിൽ നിന്നും വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ പണിമുടക്കുമായി രംഗത്തെത്തിയത്. തൃശൂരിൽ നിന്നും കോഴിക്കോട്, കുന്നംകുളം, ഗുരുവായൂർ, പാവർട്ടി എന്നീ റൂട്ടിലോടുന്ന ബസ്സുകളിലെ തൊഴിലാളികളാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. പണിമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ മുതൽ കയപ്രമ്പ് വരെ പ്രതിഷേധ ജാഥയും സംഘടിപ്പിച്ചു. സർവീസ് നടത്താൻ ഒരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കിന് തയ്യാറായതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഒരു ദിവസം 5ഉം 10ഉം പ്രാവശ്യം കുഴികളിൽ ചാടി ബസ് ജീവനക്കാരിൽ പലരും രോഗികളായി മാറിയിരിക്കുകയാണ്. കുഴികൾ താൽക്കാലികമായെങ്കിലും അടച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കി തരണമെന്ന അപേക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽക്കൂടെ പോണത്. ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എത്ര പോലെ വിഷമ കാര്യങ്ങളുണ്ടാവും. ഞങ്ങളതല്ല 5-10 പ്രാവശ്യമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കുകയാണ് ഞങ്ങളുടെ കടമ. പിന്നെ ഞങ്ങൾ ഇതിന് റോഡ് ബ്ലോക്കായി കുഴിയാൻ കാരണം ഞങ്ങൾ പല വഴിക്ക് പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് നിയമാനുസരിച്ച് പല ബുദ്ധിമുട്ടും പഴയടക്കം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് സഹിച്ചിട്ടാണ് ഞങ്ങൾ. കാരണം ഇതിലുള്ള എല്ലാ തൊഴിലാളികളും എല്ലാവരും എല്ലാം തയ്യാറില്ല. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അസുഖം, ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, ഒരുപാട് അസുഖം. ഗതികേടാണ്. നെഞ്ചിടിപ്പ് അല്പം കൂടി വേണം ഈ വഴി യാത്ര ചെയ്യാൻ. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ വഴി മാറി സഞ്ചാരം തുടങ്ങി. ഈ യാത്ര അത്ര പന്തിയല്ലെന്ന് നല്ല പോലെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയവർ തന്നെയാണ് ജനങ്ങൾ വിജയിപ്പിച്ച അധികാരികൾ. പക്ഷേ ഉത്തരവാദിത്വം കാണിക്കാൻ കാലതാമസം എടുക്കുമെന്നാണ് വിവരം. അടിയന്തരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ ചെയ്തു തീർക്കണം. അവിടെയാണ് അധികാരത്തിന്റെ പവർ കാണിക്കേണ്ടത്. അല്ലാതെ കണ്ണടച്ച് പാല് കുടിക്കലല്ല എന്ന അപേക്ഷ മാത്രം. സംശയം ഒരു തെറ്റല്ല, അത് തെളിയിക്കുന്നത് ന്യായവുമാണ്. എന്നുവെച്ച് വെറുതെ ആളുകളെ പൊട്ടന്മാരാക്കുന്നത് ശരിയല്ലല്ലോ. അതും സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരെ പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരു കുഴി. എന്നിട്ട് സത്യം പുറത്തു വന്നപ്പോഴോ? ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ്. ഉറക്കം അഭിനയിക്കുന്നവരെ ഉണർത്തണമെങ്കിൽ അടവുകൾ പലതും പയറ്റേണ്ടി വരും. സംശയവും ഉറക്കവും ഉണർത്തലുമൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നല്ലേ? കാര്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന ഭക്തന്റെ പരാതിയും തെളിവെടുക്കലുമാണ് കാര്യം. ഈ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പരാതിക്കാരൻ ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞു. പാമ്പിൻ തുള്ളൽ കലാകാരനായ ഒറ്റപ്പാലം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കരുവാൻതൊടി പുത്തൻവീട്ടിൽ മോഹൻദാസാണ്
സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന് കാണിച്ച് ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകിയിരുന്നത്. ഒറ്റപ്പാലം പോലീസ് പരാതി ഗുരുവായൂർ ടെമ്പിൾ പോലീസിന് കൈമാറിയിരുന്നു. പരാതിക്കാരൻ മെയ് 13-നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 2 ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് 14,200 രൂപയ്ക്ക് വാങ്ങിയത്. ചികിത്സാർത്ഥമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ജൂൺ 28-ന് ഒറ്റപ്പാലം കോപ്പറേറ്റീവ് ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിൽ പണയം വയ്ക്കാൻ എത്തിയപ്പോഴാണ് ലോക്കറ്റ് വ്യാജമാണെന്ന് അറിയിച്ചത് എന്ന് മോഹൻദാസ് പറഞ്ഞു. ഇതേ തുടർന്ന് മേഖലയിലെ 2 ജ്വല്ലറികളിൽ നടത്തിയ പരിശോധനയിലും ലോക്കറ്റ് സ്വർണമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇയാൾ അറിയിച്ചു. വ്യാജ സ്വർണം പണയം വയ്ക്കാൻ ചെന്ന ആൾ എന്ന നിലയിൽ തനിക്ക് മാനഹാനി ഉണ്ടായതായും ഇതിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ദേവസ്വത്തിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭരണസമിതി യോഗത്തിലേക്ക് മോഹൻദാസിനെ ദേവസ്വം ക്ഷണിച്ചിരുന്നു. മോഹൻദാസിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം അപ്രൈസർ എത്തി പരിശോധിച്ച് ലോക്കറ്റ് സ്വർണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ഇയാൾ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഭരണസമിതി അംഗങ്ങൾ പരാതിക്കാരനൊപ്പം ഗുരുവായൂരിലെ ജ്വല്ലറിയിലെത്തി നടത്തിയ പരിശോധനയിലും സ്വർണമാണെന്ന് കണ്ടെത്തി. ഇതും പരാതിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കുന്നംകുളത്തുള്ള അംഗീകൃത ഹോൾമാർക്കഡ് സെന്ററിൽ പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് സ്വർണമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകി. എന്നാൽ മോഹൻദാസ് പരാതിയിൽ ഉറച്ചുനിന്നു. ദേവസ്വത്തെ മനഃപൂർവ്വം അവഹേളിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് ചെയർമാൻ പറഞ്ഞു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ദേവസ്വത്തിന്റെയും മോഹൻദാസിന്റെയും വിശദീകരണം തേടി. ഒടുവിൽ മോഹൻദാസ് ലോക്കറ്റ് സ്വർണമാണെന്ന് സമ്മതിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ദേവസ്വത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ബോംബെയിലുള്ള മിന്റിൽ നിന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ലോക്കറ്റുകളൊക്കെ അടിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കൊട്ടേഷനിലൂടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയൊന്നും ഏൽപ്പിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യത ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനും ഈ ഒറിജിനൽ റെസീറ്റും അതുപോലെ ഈ ഉരുപ്പടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ. ഈ സംശയം വെറുമൊരു സംശയമാണെന്ന് തോന്നുന്നില്ല. സംശയം തെളിയിക്കുക മാത്രമല്ല ഉദ്ദേശമെന്ന് വേണം മനസ്സിലാക്കാൻ. മനഃപൂർവ്വം ഒരു അപവാദം സൃഷ്ടിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നോ എന്നും സംശയിക്കാതിരിക്കാനും വകയില്ല. എന്തായാലും പഠിച്ച പണി 18 നോക്കിയിട്ടും ദേവസ്വവും ഏതറ്റം വരെ പോകാനും തയ്യാറായി. ഒടുവിൽ ഈ പുള്ളിക്കാരന് പത്തിമടക്കി സത്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു. വേറെ വഴിയില്ലാതായി. എന്തായാലും ഇതോടുകൂടി സംശയവും തീർന്നു കിട്ടി. മഴ പെയ്താൽ പിന്നെ തീരദേശവാസികൾക്ക് തീരാ ദുരിതമാണ്. വെള്ളക്കെട്ടാണ് പ്രധാന പ്രശ്നം. അകത്തിരിക്കാനും പുറത്തിരിക്കാനും കഴിയാത്ത അവസ്ഥ. കാര്യങ്ങളുടെ കിടപ്പെല്ലാം അധികാരികൾക്ക് അറിയാമെങ്കിലും പരിഹാരം കാണാൻ മാത്രം ഒരു പ്രവർത്തനവും നടക്കില്ല. ഒടുവിൽ ദുരിതം പേറി ജീവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളും. അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് പരിസരത്ത് വെള്ളക്കെട്ടിനാൽ 5ഓളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലായത്. വർഷാവർഷം മഴക്കാലത്ത് നൽകുന്ന അധികൃതരുടെ വാക്കുകൾ പാഴ്വാക്കുകളാണെന്ന് കുടുംബങ്ങൾ പറയുന്നു. തോട്ടുമൽ ഹംസ, കുട്ടിയകത്ത് ആബിദ്, കുട്ടിയകത്ത് അലി, തറയിൽ രാജൻ, പടിഞ്ഞാറയിൽ BV എന്നീ കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. ഇവരുടെ വീടിനു ചുറ്റും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിവിടുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. പല വീടുകളിലും രോഗികളും പൂർണ്ണ ഗർഭിണികളുമാണ് താമസിക്കുന്നത്. അധികം തറ ഉയരമില്ലാത്തതിനാൽ വീടുകളുടെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇതുമൂലം അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ആദ്യകാലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ടായിരുന്നുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് ചാലു മൂടിയതിനാലാണ് വെള്ളം കെട്ടിനിൽക്കുവാൻ കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. നിരവധി തവണ ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പുന്നേർകുളം മന്നലാംകുന്ന് AKG റോഡിൽ ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണം. 100-ൽ പരം കുടുംബങ്ങളും യാത്രക്കാരും ദേശീയപാത സർവീസ് റോഡിലെ വെള്ളക്കെട്ട് മൂലം ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ്. അനിയന്ത്രിതമായ രീതിയിൽ മണ്ണെടുത്ത് ഭൂനിരപ്പിനേക്കാൾ താഴ്ചയിലാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആർക്കും പ്രയോജനമില്ലാത്ത, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രം സൃഷ്ടിക്കുന്ന അടിപ്പാത നിർമ്മാണത്തിനെതിരെ നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും മാറ്റം വരുത്താൻ തയ്യാറാകാത്ത ഹൈവേ നടപടി ഒരു പ്രദേശത്തെ വലിയ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടതെന്നും പറയുന്നു. വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു പ്രദേശം മാറഞ്ചേരി തുറുവാണം ദ്വീപിലുള്ളവരാണ്. ദ്വീപിലേക്കുള്ള ഏക യാത്രാമാർഗമായ റോഡിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. മുട്ടിനൊപ്പം വെള്ളത്തിലൂടെയാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത്. പൊന്നാനി കോൾ മേഖലയിൽ ശക്തമായ നീരൊഴുക്ക് രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തവണയും ദ്വീപിലേക്കുള്ള ഏക യാത്രാമാർഗമായ റോഡിൽ വെള്ളം കയറിയത്.
പൊന്നാനി കോളിൽ വെള്ളം നിറയുന്നതിന് മുൻപ് തന്നെ കോളിലെ വെള്ളം കടലിലേക്ക് തുറന്നുവിടാനായി BM റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്താനായി ഇറിഗേഷൻ എയോട് ദ്വീപ് നിവാസികൾ അഭ്യർത്ഥിച്ചുവെന്നും എന്നാൽ അധികൃതർ ഈ ആവശ്യം ചെവിക്കൊണ്ടില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. മഴ ശക്തമാകുന്ന സമയങ്ങളിൽ ദ്വീപുകാർ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. 170 കുടുംബങ്ങളിലായി 800ഓളം പേരാണ് ദ്വീപിൽ താമസിക്കുന്നത്. 5 വർഷം മുൻപ് റോഡ് ഉയർത്തി നവീകരിക്കാൻ പദ്ധതിയിടുകയും പണി തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ ദ്വീപിലേക്ക് പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ പച്ചക്കൊടി കാണിച്ചെങ്കിലും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. മഴ പെയ്താൽ വെള്ളം വരുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അതിനുള്ള കാരണം എന്താണെന്ന വ്യക്തമായ ധാരണയുള്ളവരാണ് അധികാരികൾ. പക്ഷേ എന്നിട്ടെന്ത് കാര്യം? അതിനുള്ള പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ അധികാരത്തിന് എന്ത് വില? ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ സ്വസ്ഥമായി വീട്ടിലിരിക്കാനും ഇവർക്ക് സാധിക്കും. എപ്പോൾ വേണമെങ്കിലും ഷോക്ക് കിട്ടാവുന്നതാണ് വൈദ്യുതിയെങ്കിലും വൈദ്യുതി ഇല്ലാതെ ഒരു നേരം കഴിഞ്ഞു പോകാനുള്ള പെടാപ്പാട് നമുക്ക് നന്നായി അറിയാം. അപ്പോ ഒരു പബ്ലിക് സ്പേസിൽ വൈദ്യുതി ഇല്ലാതിരുന്നാലുള്ള അവസ്ഥ എന്താകും? ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ വൈദ്യുതി ഇല്ലാതെ പ്രവർത്തനം വേണ്ടയോ വേണമോ എന്ന ആശങ്കയിലായ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിന്റെയും അവിടെ എത്തുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതവും കാണും. ജില്ലയിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസുകളിലൊന്നാണ് കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ്. എന്നാൽ വൈദ്യുതിയില്ലെങ്കിൽ ഓഫീസ് ഇരുട്ടിലാണ്. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഒരു വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം വൈദ്യുതിയില്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്താനാകാത്ത സ്ഥിതിയാണ്. കോട്ടപ്പടി മേഖലയിൽ പലപ്പോഴും രാവിലെ വൈദ്യുതി പോയാൽ വൈകിട്ടാണ് വരാറ്. മാത്രമല്ല കാർമേഘം രൂപപ്പെടുമ്പോഴേക്കും വൈദ്യുതി നിലയ്ക്കും. ഇത്തരം ദിവസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കാറില്ല. ജില്ലയിലെ 12 സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതേ അവസ്ഥയാണ്. ഇരുട്ടുമൂടി കിടക്കുന്ന ഓഫീസിൽ ഒപ്പിടാനും മറ്റ് എഴുത്തുകുത്തുകൾക്കും മൊബൈൽ ഫോൺ ടോർച്ചാണ് ആശ്രയം. ഇൻവെർട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിക്കും അനുബന്ധ ജോലികൾക്കുമായി 80,000 രൂപ ചെലവാക്കണം. ഒരു വർഷത്തോളമായി രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല. ബാറ്ററി മാറ്റി നൽകുന്ന കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഇത്തരം ദുരവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഗുരുവായൂരിലെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബാറ്ററി വാങ്ങി നൽകാൻ തയ്യാറാണ്. എന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് രജിസ്ട്രേഷന് വന്ന 20ഓളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. വസ്തു രജിസ്റ്റർ ചെയ്യാനായി വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും അടക്കമുള്ളവർക്കാണ് മടങ്ങിപ്പോകേണ്ടി വന്നത്. ഇന്ന് രജിസ്ട്രേഷൻ നടത്തി നാളെ രാവിലെ 10 മണിക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബംഗളൂരുവിൽ നിന്നെത്തിയ സൗദാമിനി ബാലകൃഷ്ണൻ പറഞ്ഞു. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ ദുരിതം പേറേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമയത്തിന്റെ വില അറിയാത്ത ഉദ്യോഗസ്ഥരെ ഇത് പഠിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഖജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ്. എന്നിട്ടും പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കറണ്ടില്ലാത്ത കാര്യം പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് നാളെ തിരിച്ചു പോകാൻ വേണമെങ്കിൽ കാലത്താണ് ട്രെയിനുള്ളത്. 10 മണിക്കാണ് എനിക്ക് എൻ്റെ ട്രെയിൻ ഉള്ളത്. തൃശ്ശൂർ എത്താൻ വേണം. ഞാൻ എന്താ ചെയ്യുക? ഇത് വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണം. സമയത്തിന്റെ വില അറിയാത്ത ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഖജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ്. അതിൽ സംശയമൊന്നുമില്ല. എന്നിട്ടും പൊതുജനങ്ങളെ വലിക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. മഴ പെയ്താൽ പിന്നെ നാശനഷ്ടങ്ങൾ തുടർക്കഥയാണ്. മരങ്ങൾ കടപുഴകി വീണാണ് കൂടുതൽ അപകടങ്ങളും. എന്നാൽ മഴയും കാറ്റും ശക്തമായാൽ മരം വീഴാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ പിന്നെ അത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നവ മുറിച്ചു മാറ്റുകയല്ലേ വേണ്ടത്? പരാതി പറഞ്ഞിട്ടും നെവർ മൈൻഡ്. ഒടുവിൽ സംഭവിച്ചതോ ദുരന്തം. പരാതി നൽകിയിട്ടും മുറിച്ചുമാറ്റാത്ത ഭീമൻ മരം വീണ് വീടും മതിലും തകർന്നു. കനത്ത മഴയിലും കാറ്റിലുമാണ് പെരുമ്പിലാവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ വേങ്ങമരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഈ സമയത്ത് വീടിന് പുറത്ത് ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. മണിയറക്കോട് തെക്കത്ത് വളപ്പിൽ അബ്ദുൽ ഗഫൂറിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. 30 മീറ്ററോളം നീളമുള്ള കൂറ്റൻ മരം വീടിന്റെ 2 ഭാഗത്തെ ചുറ്റുമതിലും വിറകുപുരയും പുറകിലെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡും തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മരം വീണതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് വീട്ടുടമ പറഞ്ഞു.
4 വർഷത്തോളമായി മരം തന്റെ വീട്ടിലേക്ക് വീഴുമെന്ന ആശങ്കയിൽ വീട്ടുടമസ്ഥർ പഞ്ചായത്തിലും വില്ലേജിലും പരാതിയുമായി കയറിയിറങ്ങിയിട്ടും മരത്തിന്റെ ഉടമസ്ഥൻ മരം മുറിച്ചു മാറ്റാനോ വീട്ടുടമയുടെ പരാതി പരിഹരിക്കുവാനോ മുതിരാത്തതാണ് ഇപ്പോൾ മരം വീണ് നാശനഷ്ടമുണ്ടാകാൻ കാരണമായതെന്നും വീട്ടുടമ പറഞ്ഞു. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികാരികളും വീടിന്റെ അതിർത്തിയിൽ വീഴാനായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റണമെന്ന് മരത്തിന്റെ ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാത്തതാണ് ഇപ്പോഴുണ്ടായ അപകടത്തിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. സ്ഥലം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ സന്ദർശിച്ചു. കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താലൂക്കിൽ കൊടുത്ത്, വില്ലേജിൽ കൊടുത്ത്, നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 2024 വരെ, കഴിഞ്ഞ 23 വരെ ലാസ്റ്റ് വരെ അതിനും പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാറുണ്ട്, മുറിച്ചായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അത് വഴിക്ക് വരാറുമില്ല, ഒന്നുമില്ല. മരം നമ്മുടെ വീടിന് ഭീഷണി വീണ് ബാക്കിയുള്ള മരങ്ങളെല്ലാം നമ്മുടെ വീടിന് ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് അപകടമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതിന്റെ ആവശ്യം അനിവാര്യമാണ്. അപകടം സംഭവിച്ചാൽ മാത്രമേ ചിലർക്ക് ബോധോദയം വരികയുള്ളൂ. ഒരു കാര്യം ഓർത്താൽ നല്ലത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഒടുവിൽ പണച്ചിലവും സമയവും കൂടുതൽ നഷ്ടപ്പെടുത്തേണ്ടി വരും. നെല്ല് സംഭരണ കേന്ദ്രത്തിലെ അഴിമതി ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച ചൂണ്ടൽ പഞ്ചായത്തിൽ ബഹളം. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചൂണ്ടൽ പഞ്ചായത്ത് നെല്ല് സംഭരണ കേന്ദ്രത്തിലെ തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. അധികാരത്തിൽ വന്നിട്ട് 3.5 കൊല്ലമായിട്ടും പഞ്ചായത്തിനെ അറിയിക്കാതെ തട്ടിപ്പിന് കൂട്ടുനിന്ന നെല്ല് സംഭരണ കേന്ദ്രം ഭരണസമിതിയിലെ സ്ഥിര അംഗങ്ങളായിട്ടുള്ള ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെതിരെയും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണനെതിരെയും വിശദമായ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന അജണ്ട പഞ്ചായത്ത് യോഗത്തിൽ ചർച്ചയ്ക്ക് എടുക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. നെല്ല് സംഭരണ അഴിമതി വിഷയം ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആന്റോ പോളിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, സജില സിറാജുദ്ദീൻ എന്നിവർ സംയുക്തമായി രേഖാമൂലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നോട്ടീസ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല. തുടർന്നാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കുണ്ടായത്. 2000-2025 പഞ്ചായത്ത് ഭരണസമിതി കാലഘട്ടത്തിൽ രൂപീകരിച്ച് പഞ്ചായത്ത് നേരിട്ട് പ്രവർത്തിപ്പിച്ചിരുന്ന ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രം 2005 KP രമേശ് പഞ്ചായത്ത് പ്രസിഡന്റായി CPMന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് കർഷകരുടെ പങ്കാളിത്തമുള്ള ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുള്ള സൊസൈറ്റിയായി രൂപീകരിച്ചത്. ഭരണസമിതിയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ, ചൂണ്ടൽ കൃഷി ഓഫീസർ എന്നിവർ സ്ഥിരാംഗങ്ങളായി. ബൈലോ തയ്യാറാക്കി അംഗീകാരം വാങ്ങുകയും ചെയ്തു. 2015-2020 കാലഘട്ടത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഭരിച്ച CPM ഭരണസമിതിയിലെ അംഗമായ KP രമേശ് ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർമാനുമായിരുന്നു. അക്കാലത്താണ് ഈ തട്ടിപ്പ് നടന്നത്. 2020 വീണ്ടും അധികാരത്തിൽ വന്ന നിലവിലെ CPM ഭരണസമിതി പ്രസിഡന്റ് രേഖ സുനിൽ തട്ടിപ്പ് നടന്ന കാലത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർ നെല്ല് സംഭരണ കേന്ദ്രം ഭരണസമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ട് പോലും നാളിതുവരെയായിട്ടും സംഭരണ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പിന്റെ വിവരം ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയുണ്ടായിട്ടില്ല. ഈ തട്ടിപ്പിൽ ഇരുവർക്കുമുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇറങ്ങിപ്പോക്ക് നടത്തിയതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രമേശിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷം നെല്ല് സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യണമെന്നാവശ്യം ഉന്നയിച്ചത്. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ചയാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ പിടിവാശി അംഗീകരിക്കാതിരുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. സാധാരണ പഞ്ചായത്ത് യോഗങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാർ ഒരു അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി കത്ത് കൊടുത്താൽ ആ അജണ്ട ഉൾപ്പെടുത്തണം എന്നതാണ് സാധാരണ നടപടിക്രമം. ആ അജണ്ട 4 പേരും ഞങ്ങൾ ഒപ്പിട്ട് സെക്രട്ടറി പ്രസിഡന്റിനെ നേരിട്ടും സെക്രട്ടറിക്ക് ഒഫീഷ്യലായിട്ട് ഫണ്ട് ഓഫീസ് മുഖേന കൊടുക്കുകയും സെക്രട്ടറിയെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളം അഴിമതി നടത്തി വിജിലൻസ് അന്വേഷിച്ച് വിജിലൻസ് അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് FIR ഇട്ട് നോൺ ബെയിൽ ഓഫൻസ് ഇട്ട് നടക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP രമേശിനെതിരെയുള്ള അജണ്ടയാണ്. ഇത് ആരും പറയാതെ തന്നെ ഈ ഒരു ആരോപണം വന്നാൽ നേരിട്ട് സുമോട്ടോയെ കേസ് ഈ അജണ്ട വെക്കേണ്ടതാണ്. അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നേറുന്നത്. നിസ്സാര കേസല്ല.
വ്യാജ സൈൻ ചെയ്തുകൊണ്ട് പിടിച്ചിട്ടുള്ള ഒരു കേസാണത്. അതുകൊണ്ട് എത്ര വ്യാജം നടന്നിട്ടുണ്ടെന്ന് അറിയേണ്ടത് പഞ്ചായത്ത് മെമ്പർമാരുടെ കടമയാണ്. ഇവർ ഈ അജണ്ട പഞ്ചായത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ ന്യായം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അന്ന് അജണ്ട ഉൾക്കൊള്ളിക്കാമെന്നും ഇന്ന് നേരിട്ടോ പരോക്ഷമായോ ബന്ധമില്ല എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവാത്തത്. ഇത് തികച്ചും പഞ്ചായത്തിന്റെ റിവോൾവിംഗ് ഫണ്ടാണ്. അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതിയോട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. പ്രസിഡന്റിനും സെക്രട്ടറിക്കും കത്ത് മുഖേന തന്നെ അജണ്ട ഈ ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാത്തതും പ്രസക്തി ഇല്ലാത്തതുകൊണ്ടുമാണ് ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പുള്ള പ്രശ്നത്തെ ചൊല്ലിയാണ് പ്രതിപക്ഷം കത്തുവച്ചിരുന്നത്. പ്രസിഡന്റും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണും കൃഷി ഓഫീസറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് ഉന്നയിച്ചാണ് ഇവർ ഇറങ്ങിപ്പോയത്. പ്രസക്തി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ അജണ്ട കമ്മിറ്റിയിൽ വെക്കാതിരുന്നത് എന്നും രേഖാ സുനിൽ പറയുന്നു. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.